ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. ബട്ടർ ബൺ. അതിനായി അമുലിൻ്റെ ബട്ടർ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടർ വേണം എടുക്കാനായിട്ട്. ഇനി ഇത് നന്നായി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ എല്ലാം നന്നായി മെൽറ്റ് ആവുന്നത് വരെ ഒരു ഏകദേശം 5 മിനിറ്റ് ഞാൻ ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചേർത്തതിന് ശേഷം നന്നായി തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ ക്രീം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എത്രത്തോളം ബീറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക് അത്രത്തോളം ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ചേർത്ത് നന്നായി വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം യോജിക്കുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അവസാനമായി നമ്മളുടെ ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. കുറച്ച് കുറച്ചായിട്ട് ഞാൻ ചേർത്ത് നന്നായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബണ്ണെല്ലാം രണ്ടായി കട്ട് ചെയ്ത് ഒരു പാനിൽ കുറച്ച് ബട്ടർ കൂടി ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ 2 സൈഡും ബട്ടറെല്ലാം തേച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് മൊരിയിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ക്രീം തേച്ച് കൊടുക്കാം. നമ്മളുടെ ബണ്ണിലോട്ട് ക്രീം ഇതുപോലെ ഒന്ന് പരത്തി നന്നായിട്ടൊന്ന് കട്ടിയിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ എല്ലാ ബണ്ണും നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സൂപ്പറായിട്ടുള്ള ബട്ടർ ബൺ റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ നമ്മൾ ഉണ്ടാക്കി തന്നെ കഴിച്ചു നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.